വെൽക്കം ടു റാണാസ് വ്ലോഗ്. ഫ്ലാറ്റ് ചോക്ലേറ്റ് കുക്കീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഈ കുക്കീസ് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് ഇത് കേട്ടോ. ഒരു വെയ്റ്റ് മെഷീൻ എടുത്ത് അളക്കാനുള്ള ബൗളെടുത്ത് ടയർ നെക്കി കഴിഞ്ഞാൽ വെയ്റ്റ്ലെസ് ആയി കാണിക്കും ബൗളിൻ്റെ. അതിലേക്ക് 160 ഗ്രാം ഫ്ലോർ എടുക്കുക, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 20 ഗ്രാം കൊക്കോ പൗഡർ എടുത്ത് നന്നായിട്ട് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രൈമിൻ്റെ കൊക്കോ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കൊക്കോ പൗഡറിന് കുക്കീസിനായാലും കേക്ക്സിനായാലും നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ തന്നെ കിട്ടും. ഇതൊരു പ്രാവശ്യം ഒരു അരിപ്പയിൽ സീവ് ചെയ്തെടുക്കുക. ശേഷം ഒരു വട്ടം കൂടെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മാറ്റി വെച്ച ശേഷം 30 ഗ്രാം ഓയിൽ എടുക്കുക. ഓയിലിന് പകരമായിട്ട് ബട്ടർ തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 160 ഗ്രാം ഷുഗർ പൗഡർ, 60 ഗ്രാം റൂം ടെമ്പറേച്ചറിലായ അൺസാൾട്ടഡ് ബട്ടർ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഇതുപോലെ തണുപ്പെല്ലാം പോയി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഈ സമയം. ബട്ടർ നന്നായി ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇടയ്ക്ക് സ്പാച്ചുല വെച്ചിട്ട് സൈഡിൽ ബീറ്റ് ചെയ്യാതെ കിടക്കുന്ന ഭാഗം കൂടെ സെൻറ്ററിലാക്കി കൊടുത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഷുഗർ പൗഡർ 3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മാക്സിമം 5 മിനിറ്റ് വരെ വീണ്ടും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഫുൾ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. ഓയിലിന് പകരമായിട്ട് ബട്ടർ എടുത്താലും കുഴപ്പമില്ല. ശേഷം എഗ്ഗിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. സാധാരണ മാക്സിമം 1 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഫ്ലോർ മിക്സിൻ്റെ 1/3 ഭാഗം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബീറ്റർ കൊണ്ട് ഒന്ന് ജസ്റ്റ് മൊത്തത്തിൽ മിക്സ് ചെയ്ത ശേഷം വീണ്ടും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത ശേഷം സ്പാച്ചുല കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും ബീറ്റ് ചെയ്യാവുന്നതാണ്. ഹാൻഡ് മിക്സർ ഓഫാക്കി കഴിഞ്ഞാൽ നേരിട്ട് ബാറ്ററിൽ നിന്ന് എടുക്കരുത്. ബാറ്ററിൻ്റെ കുറച്ച് മുകളിലായിട്ട് അത് ഉയർത്തിപ്പിടിച്ച് ഒരു 2 സെക്കൻഡ് നിർത്തുക. അങ്ങനെ ചെയ്താൽ ബീറ്ററിലുള്ള ബാറ്ററിൻ്റെ മിക്സ് ബൗളിലേക്ക് തന്നെ ആകും. ചോക്ലേറ്റ് ഫ്ലേവർ അധികം ഇഷ്ടമില്ലാത്തവർക്ക് 20 ഗ്രാം കൊക്കോ പൗഡറിന് പകരം 10 ഗ്രാം എടുത്താലും മതി. കുക്കീസിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പാച്ചുലയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. കുക്കീസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു സ്പൂൺ എടുത്തിട്ട് ആവശ്യ വലുപ്പത്തിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്കൂപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എടുക്കാം. അതുമല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ ഷേപ്പിലാക്കിയ ശേഷവും നിങ്ങൾക്ക് എടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുത്ത ഷേപ്പ്, ഇത് സ്കൂപ്പർ ഉപയോഗിച്ചിട്ട് എടുത്ത ഷേപ്പ്, ഈ സൈഡിലുള്ളത് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് എടുത്ത ഷേപ്പ്. എങ്ങനെ ഇരുന്നാലും ഏകദേശം ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. ഇനി ഓവൻ ബേക്കിംഗ് ട്രേയിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം സ്കൂപ്പർ വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയിലായിട്ട് നമുക്ക് നല്ല ഗ്യാപ്പ് വേണം, കാരണം അത്യാവശ്യം വലുതായി കൊണ്ടിരിക്കും ഈ ഒരു കുക്കീസ് എന്ന് പറയുന്നത്. ഇനി സ്കൂപ്പർ കൊണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് കുക്കീസിൻ്റെ ഡോ എടുക്കുന്നത് നോക്കാം. ആദ്യം ഇങ്ങനെ വലിച്ചെടുക്കുക, ശേഷം പ്രസ് ചെയ്ത് എവിടേക്കാണോ വെക്കേണ്ടത് അവിടേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ കുക്കീസിൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീരുകയും ചെയ്യും. ഓവൻ 160 ഡിഗ്രിയിൽ 2 കോയിലുള്ള ഓപ്ഷനിൽ ഇട്ട് കൊടുത്ത് 10 മിനിറ്റ് ഫാൻ ബട്ടൺ പ്രസ് ചെയ്ത ശേഷം പ്രീഹീറ്റ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് ശേഷം സെൻറ്ററിലായിട്ടാണ് ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കേണ്ടത്. 160 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഈ ഒരു കുക്കീസ് ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം. റെഡിയായ കുക്കീസ് ചൂടാറിയ ഉടനെ തന്നെ ഒരു എയർ ടൈറ്റ് ബൗളിലേക്ക് മാറ്റുക, തണുക്കുന്നതിന് മുന്നേ തന്നെ.
ഈ കുക്കീസ് ആയ ഉടനെ തന്നെ അടുത്ത കുക്കീസ് ഓവനിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ചൂടാറിയ ശേഷം ഇതുപോലെ ബട്ടർ പേപ്പർ എടുത്ത് വയറാക്കിലേക്ക് മാറ്റി കൊടുക്കുക. ഈ സമയം നമ്മുടെ ഓവനിലേക്ക് വെക്കാനുള്ള ട്രേയിൽ ബട്ടറിൻ്റെ അംശമുണ്ടാകും. അതൊരു ടിഷ്യൂ ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് വേണം അടുത്ത ബട്ടർ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഓവറായി കഴിഞ്ഞ പുതിയ കുക്കീസിന് കറക്റ്റ് എഡ്ജ് കിട്ടുകയില്ല. കുക്കീസ് ഓവനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അത് ചൂടാറി കഴിഞ്ഞാൽ മാത്രമേ ഹാർഡാവുള്ളൂ. അപ്പോൾ ഈ സമയം ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. കുക്കീസിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാജിക് കളേഴ്സിലെ റെഡ് ജെൽ കളർ എടുത്ത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ്. ഇത് ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് മെൽറ്റഡ് ചോക്ലേറ്റ് ഒഴിച്ച ശേഷം കത്രിക വെച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. ഞാനിവിടെ സ്റ്റാറാണ് ഓരോ കുക്കീസിൻ്റെ മുകളിലും കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിന് നമുക്ക് അടിപൊളിയായിട്ട് ഫ്ലാറ്റ് ചോക്ലേറ്റ് കുക്കീസ് ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കുക്കീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.